ഫിഫ ലോകകപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവിസ്മരണീയമായ ഗോളുകളും ഇതിഹാസ താരങ്ങളുടെ മാന്ത്രിക പ്രകടനങ്ങളുമാണ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. എന്നാൽ കോടിക്കണക്കിന് മനുഷ്യർ നെഞ്ചിലേറ്റുന്ന ഈ മഹാമേളയുടെ ചരിത്ര പുസ്തകത്തിൽ കളിക്കാരെയോ പരിശീലകരെയോ അല്ലാതെ ചില അപ്രതീക്ഷിത അതിഥികളെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഗോളുകളും കിരീടങ്ങളും മാത്രമല്ല, ചില നിഷ്കളങ്കരായ ജീവികളും ലോകകപ്പ് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 1962 ഒരു കുസൃതിക്കാരനായ നായയുടെയും 2022 കൗതുകക്കാരിയായ പൂച്ചയുടെയും കഥയാണത്. കളിക്കാരെ പോലും അമ്പരപ്പിച്ച കാൽപന്തുകളിയിലെ ആ ഹൃദയഹാരിയായ നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. കഥ തുടങ്ങുന്നത് 1962 ചിലിയിൽ നടന്ന ലോകകപ്പിലെ ബ്രസീൽ ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ്. പെലെയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഗ്യാരിഞ്ച എന്ന ഇതിഹാസ താരം ബ്രസീലിന്റെ ചുമതല ഏറ്റെടുത്ത സമയം. കടുത്ത പോരാട്ടം നടക്കുന്നതിനിടയിലേക്കാണ് കാണികളെയും കളിക്കാരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു തെരുവുനായ മൈതാനത്തേക്ക് ഓടിക്കയറിയത്. ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പറും ബ്രസീലിയൻ താരങ്ങളും ഇതിനെ പിടിക്കാൻ പുറകെ ഓടിയെങ്കിലും താരങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് നായ മൈതാനത്ത് കളം നിറഞ്ഞു കളിച്ചു. സ്റ്റേഡിയമാകെ ചിരിയിലാണ്ട നിമിഷമായിരുന്നു അത്. ഒടുവിൽ ഇംഗ്ലീഷ് സ്ട്രൈക്കർ ജിമ്മി ഗ്രീവ്സ് ഒരു നായയെപ്പോലെ ശബ്ദമുണ്ടാക്കി അതിനെ അരികിലേക്ക് വിളിച്ചു. സ്നേഹത്തോടെ അരികിലെത്തിയ നായയെ ഗ്രീവ്സ് വാരിയെടുത്തതും അത് അദ്ദേഹത്തിന്റെ ഒരേ ഒരു ജേഴ്സിയിലേക്ക് മൂത്രമൊഴിച്ചു. ആ ദുർഗന്ധം വമിക്കുന്ന ജേഴ്സിയിട്ടാണ് ഗ്രീവ്സിന് ബാക്കി സമയം കളിക്കേണ്ടി വന്നത്. ഈ സംഭവം കണ്ട് അത്യധികം ആസ്വദിച്ച ബ്രസീലിയൻ വിംഗർ ഗ്യാരിഞ്ചയ്ക്ക് ആ നായയോട് വലിയ ആത്മബന്ധം തോന്നി. മത്സരശേഷം കളിക്കാർക്കിടയിൽ നടത്തിയ നറുക്കെടുപ്പിലൂടെ ഗ്യാരിഞ്ച ആ നായയെ സ്വന്തമാക്കുകയും ബ്രസീലിന്റെ വിജയസ്മരണയ്ക്കായി ബി എന്ന് പേരിട്ട് തന്റെ നാട്ടിലേക്ക് ഒപ്പം കൂട്ടുകയും ചെയ്തു. ഈ സംഭവത്തിന് കൃത്യം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഖത്തറിൽ നടന്ന 2022 ലോകകപ്പിൽ മറ്റൊരു കൗതുക കാഴ്ച കാണുന്നത്. ഇത്തവണ അതൊരു തെരുവ് നായയായിരുന്നില്ല, ഒരു തെരുവ് പൂച്ചയായിരുന്നു. ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയറിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിൽ ഈ പൂച്ച മാധ്യമപ്രവർത്തകരുടെ മേശപ്പുറത്തേക്ക് കയറിയിരുന്നു. യാതൊരു ഭയവുമില്ലാതെ ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് നിശബ്ദമായി അവിടെ നിലയുറപ്പിച്ചു. ഫുട്ബോൾ ആരാധകർ ഈ പൂച്ചയെ ഖത്തർ ലോകകപ്പിന്റെ ഒരു അനൌദ്യോഗിക ഭാഗ്യചിഹ്നം എന്ന് തമാശയോടെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ മേശപ്പുറത്തിരിക്കുന്ന പൂച്ചയെ ബ്രസീലിയൻ പ്രസ് ഓഫീസർ കഴുത്തിനു പിന്നിൽ പിടിച്ച് താഴേക്കെടുത്തു മാറ്റിയ രീതി മൃഗസ്നേഹികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായെങ്കിലും ഖത്തർ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കുവെച്ച ദൃശ്യങ്ങളിൽ ഒന്നായി ഈ പൂച്ച മാറി. ഫുട്ബോളിലെ മഹത്തായ നിമിഷങ്ങൾ എപ്പോഴും ഗോളുകളിലോ കിരീടധാരണങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഈ 2 സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ കളിക്കളത്തിൽ പന്ത് തട്ടുന്ന താരങ്ങളെക്കാൾ ആരാധകരുടെ മനസ്സിൽ ഇടം നേടാൻ ഇത്തരം നിഷ്കളങ്കരായ ജീവികൾക്ക് സാധിക്കാറുണ്ട്.